മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇപ്പോൾ അപ്രിയരായി മാറിയിട്ടുള്ള മറുഭാഗം സുന്നികളായ ഷജറകൾ വളരെ മോശക്കാരാണെന്നും എന്നാൽ പണ്ട് മുതലേ ലീഗുകാർക്ക് അതൃപ്തിയുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദ് ഇന്ന് വളരെയധികം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെയാണ് കൂടത്തായി മുതൽ ഷാഫി ചാലിയം വരെയുള്ള സുഹാബികളും ലീഗുകാരുമൊക്കെ ഇപ്പോൾ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാറിയെന്ന് തോന്നിപ്പിക്കുന്നത് മുസ്ലിം ലീഗാണോ അതോ കാന്തപുരം ഉസ്താദാണോ? ഓരോരുത്തർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആർക്കും ഇവിടെ പ്രത്യേകമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാറ്റം ഉണ്ടായി എന്ന് പ്രത്യക്ഷത്തിലെങ്കിലും പറയണമെങ്കിൽ അത് മുസ്ലിം ലീഗിന് മാത്രമാണ്. ആ മാറ്റം തങ്ങളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഷജറ വിഭാഗത്തെ പേടിപ്പിക്കാനോ ഞങ്ങൾ മറുഭാഗം സുന്നികളുടെ ഒപ്പം കൂടി നിങ്ങളെ അങ്ങ് ശരിയാക്കി കളയുമെന്ന പേടി അവർക്കുണ്ടാക്കി കൊടുക്കാനോ അതോ ആത്മാർത്ഥമായി കാന്തപുരം ഉസ്താദിന്റെ കർമ്മപദങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാനോ എന്തിനാണ് എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സുന്നികളോട് ലീഗ് ചെയ്ത എന്തെങ്കിലും ഒരു ക്രൂരത തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ലീഗ് ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറ്റബോധമോ മാപ്പോ സമൂഹ മധ്യേ മുസ്ലിം ലീഗ് പ്രകടിപ്പിച്ചിട്ടുമില്ല. എന്നിരിക്കെ മുസ്ലിം ലീഗ് ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണോ കാപഢ്യമാണോ എന്നത് കാലം തെളിയിക്കേണ്ടതുമാണ്. പക്ഷെ മാറ്റമുണ്ടായത് നിങ്ങളുടെ ഭാഗത്താണ് എന്ന് പ്രത്യക്ഷമായെങ്കിലും പറയാൻ സാധിക്കും. എന്നാൽ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകളിൽ ഒന്നുപോലും മാറ്റേണ്ടി വന്നിട്ടില്ല. 89 കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഷയല്ല ഇന്നത്തെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ. 89 മുതൽ കാന്തപുരം ഉസ്താദ് എന്തു പറഞ്ഞോ അല്ല 89ന്റെ മുമ്പേ കാന്തപുരം ഉസ്താദ് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ, ഏതൊക്കെ ഭാഷയിൽ പറഞ്ഞിരുന്നോ, ഏതൊക്കെ ആശയാടിത്തറയിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്നോ, അശേഷം അതിൽ നിന്ന് കടുകുമണിയോളം കാന്തപുരം ഉസ്താദ് മാറിയിട്ടില്ല. മാറുമെന്നെങ്ങാനും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ കപട പ്രേമങ്ങളും കയറിയിറങ്ങലുമെങ്കിൽ അതൊട്ട് ഏശാനും പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഉൾക്കൊണ്ടു പോകണം. കാന്തപുരം ഉസ്താദ് പണ്ട് മുതലേ ഉൾക്കൊള്ളേണ്ടവരെ മുഴുവനും ഉൾക്കൊണ്ടുപോകണം എന്ന അഭിപ്രായമുള്ള വ്യക്തിത്വമാണ്. എന്നാൽ ഉൾക്കൊള്ളേണ്ടവരല്ലാത്ത വിഭാഗത്തെ പുറത്തു നിർത്തണമെന്ന് കാന്തപുരം ഉസ്താദ് നേരത്തെ പറഞ്ഞതൊന്നും ഇപ്പോൾ മാറ്റി പറഞ്ഞിട്ടുമില്ല. ഈ കേരള യാത്രയിൽ അടക്കം മാറ്റി നിർത്തപ്പെടേണ്ടവർ ആരാണ് എന്നും അവരെ മാറ്റി നിർത്തണമെന്നും തന്നെയാണ് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഉറക്കെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് കാന്തപുരം ഉസ്താദിന്റെ കൂടെ വേദികൾ പങ്കിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ അവിടുന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടിൽ എപ്പോഴെങ്കിലും മുസ്ലിം ലീഗിനെ തങ്ങളുടേതായ സ്റ്റേജുകളിൽ നിന്നും വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ഒരു തീരുമാനം എടുത്തിട്ടേയില്ല. അങ്ങനെ എടുക്കുകയും അതിന്റെ പേരിൽ മാറ്റി നിർത്തുകയും ചെയ്തതായിരുന്നുവെങ്കിലാണ് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടതിനെ കാന്തപുരം ഉസ്താദിന്റെ മാറ്റമായി പറയേണ്ടതുള്ളൂ. എന്നാൽ ഇവിടെ ആരാണ് അത്തരം തീരുമാനങ്ങൾ എടുത്തിരുന്നത്? 89 എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ അഭിവക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര കലഹത്തിൽ പ്രശ്നത്തിൽ ഇടപെടുകയും ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്തി അതിൽ കക്ഷി ചേരുകയും ചെയ്ത മുസ്ലിം ലീഗ് ആയിരുന്നു. അല്ലെങ്കിൽ സമസ്തയിൽ നിന്നൊരു വിഭാഗത്തെ കൂടെ നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ മുഖ്യധാര മുസ്ലിമീങ്ങൾക്കിടയിൽ സ്ഥാപിച്ചെടുക്കാനും നിലനിർത്താനും വേണ്ടി മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ചരടുവലികളുമായിരുന്നു ആ സമസ്തയിൽ ആഭ്യന്തര സംഘർഷങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം രൂപപ്പെട്ടപ്പോൾ 89 സുന്നി സമ്മേളനത്തിലേക്ക് മുസ്ലിം ലീഗുകാർ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് സുന്നി വേദികളെ ബഹിഷ്കരിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ്. അന്ന് BV അബ്ദുള്ളക്കോയ MP-യും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ചന്ദ്രികയുടെ ഫസ്റ്റ് പേജിലായി മുസ്ലിം ലീഗിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതിനുശേഷം AP സുന്നികളുടെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗത്തിന്റെ സ്ഥാപനങ്ങളുമായി സഹകരിച്ചതിന്റെ പേരിൽ വേദികൾ പങ്കിട്ടതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരോ ഷോക്കോസ് നോട്ടീസ് കിട്ടിയവരോ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംഘടനാ വേദികളിൽ നിന്ന് കാന്തപുരം ഉസ്താദ് ബഹിഷ്കരിച്ചതായിരുന്നില്ല, സുന്നികളെ മുസ്ലിം ലീഗുകാർ ബഹിഷ്കരിച്ചതായിരുന്നു. ആ ബഹിഷ്കരണം ഇപ്പോൾ മാറ്റിയിട്ടുണ്ടോ എന്നതും ഉറപ്പിച്ചു പറയാനായിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ശേഷവും പിന്നീട് മുസ്ലിം ലീഗ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ബഹിഷ്കരണത്തിന്റെ ശേഷം ഇപ്പോൾ മുസ്ലിം ലീഗുകാർ പരിപാടിക്ക് വരുന്നുണ്ട്. അതിനൊക്കെ എത്ര കാലത്ത് ആയുസ് ഉണ്ടാകുമെന്നതും കാലമാണ് തെളിയിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ മാറ്റമുണ്ടായത് അപ്പുറത്താണ്, അല്ലെങ്കിൽ മാറ്റമുണ്ട് എന്ന് പ്രത്യക്ഷത്തിലെങ്കിലും പറയാൻ പറ്റാവുന്നത് അപ്പുറത്താണ്. കാന്തപുരം ഉസ്താദ് കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി ഉയർത്തിപ്പിടിച്ചത് ദീനിന്റെ നിലപാടായിരുന്നു. അത് മാറ്റുന്നതല്ല, മാറ്റേണ്ടതുമല്ല. അദ്ദേഹം നടത്തിയത് ഈ യാത്ര മാത്രമല്ല, അതിന്റെ മുമ്പ് 2 യാത്രകൾ കേരളത്തിലും
ആസാമിലും കാശ്മീരിലും കർണാടകയിലും അടക്കം മറ്റു പല യാത്രകളും മനുഷ്യസ്പർശിയായ വിഷയങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. ആ യാത്രയിൽ ഖലീൽ ബുഖാരി തങ്ങൾ യാത്രയുടെ തലേദിവസം എല്ലാ ജില്ലയിലും വാർത്താ സമ്മേളനം നടത്തി ആ ജില്ലയിലെ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളും. മിസ്റ്റർ ഷാഫി, കാന്തപുരം ഉസ്താദ് ഇത്തരം ഒരു യാത്ര നടത്തിയത് ആദ്യമല്ല. കഴിഞ്ഞ 2012 മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് സമാനമായ ഒരു യാത്ര നടത്തിയിരുന്നു. ഈ യാത്രയിൽ കാന്തപുരം ഉസ്താദ് എങ്ങനെയാണോ മനുഷ്യപ്പറ്റുള്ള വിഷയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിഫലിപ്പിച്ചത്, സമാനമായ രീതിയിൽ തന്നെ ആ യാത്രയിലും കാന്തപുരം ഉസ്താദ് അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു ഉയർത്തിപ്പിടിച്ചിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരുമല്ലാത്ത മലയാളികളായ മുഴുവൻ മനുഷ്യരും ആ യാത്രയുടെ കൂടെ അന്നുണ്ടായിരുന്നു, വേദികളിലുണ്ടായിരുന്നു, അണിനിരന്നു കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ 2012 ആ യാത്ര എന്തിന്റെ പേരിലാണ് നിങ്ങൾ ബഹിഷ്കരിച്ചിരുന്നത്? ആ വേദികൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കേണ്ട വേദികളാണ് എന്ന് തീരുമാനിച്ചത്? കാന്തപുരം ഉസ്താദ് മനുഷ്യസ്പർശിയായ വിഷയങ്ങൾ പറയാത്തത് കൊണ്ടാണ്. ആരെയാണ് ഇത്തരം ചൊട്ടുവിദ്യകളും കാപട്യങ്ങളും കാണിച്ച് കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്നത്? ഒരു മുസ്ലിം മതസംഘടന നടത്തിയ യാത്രയിൽ എല്ലാവിധ ജനവിഭാഗങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അതിന്റെ പ്രായോഗികപരമായ പരിഹാര നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാണ് 14 ജില്ലയെയും പഠിച്ചാ പോയത്. മുസ്ലിം ലീഗുകാർ കഴിഞ്ഞ കാലങ്ങളിൽ എതിർത്തു നിന്ന ആളുകളെ പ്രീണിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പച്ചക്കു പറഞ്ഞാൽ നക്കിയോ ഞെക്കിയോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം സുഖിപ്പീരുമായി കാന്തപുരം ഉസ്താദിന്റെ മുമ്പിലെത്തിയാൽ അതെല്ലാം വേവുന്ന ഇടമാണ് കാന്തപുരം ഉസ്താദിന്റെ പരിസരങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. കഴിഞ്ഞ കാലങ്ങളിലും നിങ്ങൾ അത്തരം ശ്രമങ്ങൾ നടത്തിയത് അതിജീവിച്ച പ്രസ്ഥാനമാണ് മഹാനായ കാന്തപുരം ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ നല്ല പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നത് മറ്റു പാർട്ടികളുടെയും ഉമറാക്കളുടെയും സമൂഹത്തിലെ നിർലോഭം മനുഷ്യരുടെയും സഹകരണങ്ങളെ പോലെ സ്വാഗതാർഹമാണ്. അതിനപ്പുറത്ത് തങ്ങളുടെ എതിരാളികളായ ഷജറകളെ പ്രകോപിപ്പിക്കാനും അവർ മോശം ഇപ്പുറം ഉഷാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം കിട്ടിയ സമയത്ത് നിങ്ങൾ ഇവരെ കൂടെ നിർത്തി അവർക്ക് നിർലോഭമായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പലതും നൽകി മറ്റു വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയോ അവഗണിക്കാൻ ശ്രമിക്കുകയോ ചെയ്തുകൊണ്ട് സുന്നികൾക്കിടയിൽ മത്സരം സൃഷ്ടിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധികാരമില്ലാത്തൊരു കാലത്ത് പല കാരണങ്ങളെ കൊണ്ടും നിങ്ങൾക്കെതിരായി പോയ ഷജറ വിഭാഗത്തെ പ്രകോപിപ്പിക്കാനും ആ വിഭാഗത്തെയും സുന്നി സമൂഹത്തെയും അവർക്കിടയിൽ നിങ്ങളാണ് ഉഷാറ് അവരാണ് മോശം എന്ന് വരുത്തി തീർത്ത് പരസ്പരം മാത്സര്യ ബുദ്ധി സൃഷ്ടിച്ചുകൊണ്ട് മനസ്സടുത്തുപോയ സുന്നികൾക്കിടയിൽ കാലുഷ്യം സൃഷ്ടിക്കാനുമാണ് നിങ്ങളുടെ ഇത്തരം ഡയലോഗുകളെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും പക്വതയും വന്നു കഴിഞ്ഞ ഒരു കാലമാണ് സുന്നി കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്.